ഉറങ്ങിപ്പോയോ? ഉറക്കെണീറ്റതേ ഉള്ളോ? ഉറക്കെണീറ്റതേ ഉള്ളോ? ചാരു സിനിമ കാണാൻ പോന്ന ചാരു മോളെ രണ്ടാമത്തെ സിനിമ ചാരുണ്ട്. ദുബായിലെ ഫസ്റ്റ് സിനിമ. നമ്മളെ സീറ്റ് നമ്പർ N3 N4. സിനിമ കാണാൻ വന്നാണോ? ഏത് സിനിമ കാണാൻ വന്നേ? സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ആ ചേട്ടൻ സാധനം വാങ്ങാൻ പോയിട്ടുണ്ട്. എന്ത് സിനിമയുടെ പറഞ്ഞ? സിനിമ പറഞ്ഞ റോക്ക് 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 അവരുടെ സിനിമയാ. അവിടെയാ സിനിമ വരുമോ? കണ്ട ചേട്ടൻ ഇതിനു മുമ്പ് കണ്ടത് ഓർമ്മയുണ്ട്? സിനിമ കണ്ടത് ഓർമ്മയുണ്ടോ? എപ്പോ? ചെറുക്കുഞ്ഞായിരുന്നപ്പോ കണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടോ? തൊണ്ടിയമ്മേനെയും കൂട്ടിപ്പോയത് ഓർമ്മയുണ്ടോ? അതിനുശേഷം ഇപ്പോഴാ പോയത്. അത് ഓർമ്മയുണ്ടോ? അവിടുത്തെ ക്രൗഡിന്റെ ഒരു എനർജി മാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വളരെ മോശമായിരിക്കും. Let's hear it once more. Let's all welcome each other to the world of Loka. അവരിപ്പോൾ 3 മിനിറ്റിനുള്ളിൽ വരും. നമുക്ക് ഇതിലും ഒരു 1 സ്റ്റെപ്പ് മോർ എനർജി കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ അവര് വിചാരിക്കണ ഇനി എല്ലാ പ്രൊമോഷനും ഇവിടെ ദുബായിൽ വരണം, എല്ലാ സിനിമകളുടെയും ഒരു സക്സസ് സെലിബ്രേഷൻ ഒക്കെ ഇവിടെ നടക്കണം. സോ വി ആർ ടോട്ടലി ഹാപ്പി. ഈ ഒരു സിനിമയുടെ റിവ്യൂസ് ഇതിനകം നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ഫ്രം ഹിറ്റ് 96.7 FM. മൈ നെയിം ഈസ് മായ ആൻഡ് ദിസ് ഈസ് ജോൺ. ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. എത്ര പേര് ഇതിനോട് ലോകം കണ്ടു? ഓക്കെ, രണ്ടാമത് കാണാൻ വരുന്ന. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ? പടം എങ്ങനെയുണ്ട്? പടം തീയല്ലേ? ഓക്കെ, തീ പൊരിയേക്കാളും വലുതാണ് തീ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് കല്യാണി ഫാൻസ് ഇല്ലേ ഇവിടെ? എത്ര കല്യാണി ഫാൻസ് ഉണ്ട്? എത്ര നസ്ലിൻ ഫാൻസ് ഉണ്ട്? ഓ, അത് ശരി. പക്ഷെ ഈ സിനിമ കഴിയുന്നതോടുകൂടി നിങ്ങളിപ്പോ നെസ്ലിന് വേണ്ടി എത്ര ആ കൈയടിച്ചോ അല്ലെങ്കിൽ ബഹളം വെച്ചോ അത്രയും തന്നെ നിങ്ങൾ കല്യാണിക്ക് വേണ്ടിയിട്ടും ചിയർ ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം അടിപൊളിയായിട്ട് കല്യാണി ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കല്യാണി മാത്രമല്ല, ഈ സിനിമയിലുള്ള എല്ലാവരും തന്നെ. സ്റ്റാർട്ടിങ് ഫ്രം ദി ഡയറക്ടർ ഡൊമിനിക് അരുൺ. 8 വർഷത്തിന് ശേഷമാണ് ഡൊമിനിക് ഒരു പുതിയ സിനിമയായിട്ട് എത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു വലിയ വിഷൻ എന്താന്നുള്ളത് നിങ്ങൾക്ക് ലോകം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇത് കൂടാതെ തന്നെ സിനിമയുടെ ടെക്നീഷ്യൻസ്, സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പിന്നെ അരുൺ, അതുപോലെ തന്നെ ചന്തു, അവരെല്ലാരും കൂടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാരെയും കാണാൻ വേണ്ടി അവർ വരികയാണ്. മാത്രമല്ല ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കഴിഞ്ഞ 3 ദിവസം, അതായത് ഇപ്പൊ സിനിമ റിലീസ് ചെയ്ത ദിവസം 3rd ഡേ, ഈ ഫസ്റ്റ് ഡേ അവിടുത്തെ സ്ക്രീനിങ് തുടങ്ങിയ സമയം തൊട്ട് അവർ ഓരോ സ്ഥലങ്ങളിലേക്ക് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ കുറച്ചു നേരം പോലും അവർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. ഇന്നലെയും എല്ലാ സ്ഥലങ്ങളിലും ഒരു പ്രൊമോഷൻസിനും ഷൂട്ടിനും വേണ്ടിയൊക്കെ പോയി നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ അബുദാബി വിസിറ്റ് ചെയ്തിരുന്നു. ഇന്നും രാവിലെ അവർക്ക് ഒരുപാട് ഷൂട്ടുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഷാർജ സിറ്റി സെന്ററിൽ അവിടെ സ്ക്രീനിങ്ങിന് തൊട്ട് മുമ്പ് എല്ലാവരെയും കണ്ടതിന് ശേഷമാണ് നമ്മളിവിടെ ദേറ സിറ്റി സെന്ററിൽ എത്തിയിരിക്കുന്നത്. ആൻഡ് ഇത് ഏറ്റവും വലിയ ക്രൗഡാണ് അവർ കാണാൻ പോകുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്.
കാരണം ഷാർജയിലെ ഒരു ക്രൗഡ് കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത്രയും ക്രൗഡ് വരും അത് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇതാണ് അവർ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൗഡ്. ഇതിപ്പോ ഈ ഒരു സിനിമ ജോൺ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, കുറച്ച് പേര് ഓൾറെഡി കണ്ടിട്ടുണ്ട് ഇവിടെ. നമ്മുടെ മലയാളത്തിലെ ഒരു സൂപ്പർ വുമൺ ആണോ ഇത്? ആദ്യത്തെ സൂപ്പർ വുമൺ ആണോ ഇത്? അല്ലേ? പടം കണ്ടല്ലേ? ഓക്കെ. അപ്പോ നമുക്ക് ഓൾറെഡി ഒരു സൂപ്പർ ഹീറോ മിന്നൽ മുരളിയിലൂടെ കിട്ടി. ഇപ്പോ ലോക ചന്ദ്രയിലൂടെ നമുക്ക് ഒരു സൂപ്പർ വുമണിനെ കിട്ടുന്നു. അതെ, മാത്രമല്ല ഈ സിനിമയില് ഒരുപാട് സർപ്രൈസുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങള് കുറച്ചു പേരെങ്കിലും സർപ്രൈസുകൾ എന്തൊക്കെയാണെന്ന് അറിയായിരിക്കും അല്ലേ? സിനിമ തീർന്നു എന്ന് വിചാരിക്കും. സർപ്രൈസ് അറിയാവുന്ന ആൾക്കാർ വെറുതെ പറഞ്ഞത് സ്പോയിൽ ചെയ്യും. അല്ല, എൻ ക്രെഡിറ്റ്സ് കാണുന്ന നേരത്തെ തന്നെ ഡയറക്ടർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എൻ ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു എൻ ക്രെഡിറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു എൻ ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ 3 എൻസ് ഉണ്ട് ഇതിന് അല്ലേ? അപ്പൊ അത് മുഴുവൻ സിനിമ കഴിഞ്ഞിട്ട് ഒരു 2 എൻ ക്രെഡിറ്റ്സ് ഉണ്ട്. സിനിമ കാണുമ്പോഴത്തേക്ക് എന്തായാലും ഡെഫിനറ്റ്ലി മനസ്സിലാവും. കുറെ ക്യാമിയോസ് ഒക്കെ ഉണ്ട് ഈ സിനിമയില്, അതൊന്നും പറയുന്നില്ല. അപ്പൊ ഏതായാലും സിനിമ കാണുമ്പോൾ അത് പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ. ബട്ട് ബിഫോർ ദാറ്റ് ആൻഡ് നമ്മളിവിടെ ഹിറ്റ് 96.7 FM ടിക്കറ്റ്സ് വിൻ ചെയ്ത് എത്തിയിരിക്കുന്ന എത്ര പേരുണ്ട്? ഐ തിങ്ക് ഈ ഏരിയ മൊത്തം അതാണല്ലേ. നമ്മുടെ കയ്യിൽ ഫ്രീ ടിക്കറ്റ് വാങ്ങിച്ച് എത്തിയ ആൾക്കാരും നിങ്ങൾ ഇതിനകത്ത് തന്നെയാണ് കേട്ടപ്പെടുന്നത്. നിങ്ങൾക്ക് കൈ പോക്കാം. അത് ശരി. പിന്നെ നമ്മുടെ ഹിറ്റ് 96.7 FM കൂടെ തന്നെയുള്ള നമ്മുടെ ഒരു വ്യക്തി, നമ്മുടെ ഓണയർ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയും കൂടെ ഇവിടെ നമ്മളോടുണ്ട്. പുള്ളി വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷാബു, പ്ലീസ് ഷാബു മുന്നോട്ട് വരും. ഏറ്റവും പെട്ടെന്നുള്ള വഴി നടുക്കൂടായിരുന്നു. അതിലെ കൂടെ അവർ കടത്തി വിടുമെന്ന് അറിയില്ല, ചാടി വരേണ്ടി വരും മിക്കവാറും. ഓക്കെ ഗായ്സ്, ഓൾറൈറ്റ്. അപ്പോ അത് സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ ആ ചോദ്യം, DQ വരുമോ ഇല്ലയോ എന്നുള്ളത്. But ladies and gentlemen, please make a huge in about 1 minute time. അവര് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ നിങ്ങളുടെ എനർജി എനിക്ക് കാണണം കേട്ടോ. അത് അല്ല, DQ ഒന്നെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് വന്നാൽ പോരെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വേഫെയറർ ടീംസിലെ കുറച്ച് ആൾക്കാരും ഇവിടെ ഉണ്ട്. വേഫെയറിന്റെ ടീഷർട്ട് ഇട്ട് എത്തിയ കുറെ ആൾക്കാരുണ്ടായിരുന്നു. എവിടെ നിങ്ങളെല്ലാം ബഹളം വെക്കേണ്ടത്. ഓക്കെ, സോ അവരെത്തുമ്പോഴത്തേക്ക് മാക്സിമം എനർജിയോടുകൂടി മാക്സിമം ഷിയറോടുകൂടി നമുക്ക് അവരെ വെൽക്കം ചെയ്യേണ്ടതുണ്ട്. തുടങ്ങണമെന്ന് ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് പറയാം. But you know, it is also a great time because ഇപ്പോ മലയാള സിനിമയുടെ കോണ്ടന്റിനെ കുറിച്ച്, മലയാള സിനിമ how it is being made, നമ്മുടെ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നും വലിയ പടങ്ങൾ, വളരെ മികച്ച സിനിമകൾ വരുന്നു എന്നത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. The other day we were actually talking on air as well. This is a moment where we are swelling with pride അല്ലേ? അപ്പോ ladies and gentlemen, with all that love, it's time for us to welcome the Loka team. Welcome team Loka. Guys, please put your hands together for the Loka team. Let me welcome Naslin, Director Dominic Arun, and Chandra of this film, Santosh Salim Kumar, and Arun Kurian. All right, അപ്പോ ഇന്ന് finally that moment is here. നമ്മൾ എല്ലാവരും കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് for our hit 96.7 FM screening, and let's start with the director himself. 8 വർഷത്തിന് ശേഷം അങ്ങനെ നമ്മളെ എല്ലാവരെയും ത്രസിപ്പിക്കാനായിട്ടൊരു സിനിമ നമുക്ക് സമ്മാനിച്ച ഡൊമിനിക്. ഡൊമിനിക് കുറച്ച് മുന്നോട്ട് വന്നോളൂ. എനിക്ക് അങ്ങനെ കൂടുതൽ സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പൊ എത്ര പറയാനുള്ളൂ. ഇപ്പൊ വരുന്ന പടം ഇറങ്ങിയത് 28-ാണ്. It's been 2 days, 3 days. And very happy because ഒരു ലോങ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാനൊരു സിനിമ ചെയ്യുന്നത്. അപ്പം ആ സിനിമകൾ വരുമ്പോൾ
അങ്ങനത്തെ കുറേ ആൻഷ്യസ് സ്റ്റേജസിലൂടെയൊക്കെയാണ് കടന്നു പോയത്. റൈറ്റ് ബിഫോർ റിലീസ് വരെ ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ ആൻഡ് ഒരു ഈവനിങ് ആയപ്പോഴത്തേക്കാണ് ഇത് കുഴപ്പമില്ല, ഓക്കെയാണ് എന്നുള്ളൊരു ഫീലിംഗ് വന്നത്. റൈറ്റ് നൗ ദ റെസ്പോൺസ് ഇസ് റിയലി ഗ്രേറ്റ് ആൻഡ് ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദ ഷോ. ഇറ്റ്സ് എ തിയേറ്ററിക്കൽ ഫിലിം, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഇത് നിങ്ങളെല്ലാവരും, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ എക്സ്പീരിയൻസിന് വേണ്ടി യു ഹാവ് ടു പേ എക്സ്ട്രാ. പക്ഷെ എന്നാൽ പോലും ആ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സോ അതൊരു വലിയ സന്തോഷമാണ് സിനിമയെ സംബന്ധിച്ച് ആൻഡ് തിയേറ്റർ എക്സ്പീരിയൻസിനെ സംബന്ധിച്ച്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു ഡൊമിനിക്. ഡൊമിനിക് പടം ഓൾറെഡി കണ്ട ആൾക്കാർ തന്നെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. റിപ്പീറ്റ് ഓഡിയൻസ് വരുന്നുണ്ടെന്ന് കേട്ടു. ബിക്കോസ് അതും ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ബിക്കോസ് പീപ്പിൾ വാണ്ട് ടു സീ ദ ഫിലിം ഫോർ എ സെക്കൻഡ് ടൈം. സെക്കൻഡ് ടൈം കാണുമ്പോൾ യു മൈറ്റ് ഫൈൻഡ് മോർ ഹിഡൻ ഈസ്റ്റർ എഗ്സ് ഇൻ ദ ഫിലിം. പിന്നെ ആദ്യം കാണുന്നവരോട് പറയാനുള്ളത് സിനിമ കഴിയുന്നവരെ ഞാൻ ഓൾറെഡി ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. അതായത് പടം കഴിയുന്നോണ്ട് ഇറങ്ങി പോകരുതെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പോ ഇനി നമുക്ക് on to Chandra. Mic കൊടുക്കേണ്ടത് to none other than എല്ലാവരോടും വലിയൊരു താങ്ക് യു, ഭയങ്കര നന്ദി. ഇവിടെ വന്നതിൽ ഞങ്ങൾ സിനിമ കാണാൻ ഇത്രയും പേര് ഇത്രയും വലിയൊരു തിയേറ്ററിൽ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഫസ്റ്റ്. ഓ പൊളിയാണ്, അതെ. നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കാം. എന്താ ബംഗാളി ലുക്ക? താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. ഇല്ല ആ ഫ്ലോ പോയി. പക്ഷെ ഇതിലത്തെ നല്ല ലുക്കാട്ടോ. ഞാനും ചന്തുവൊക്കെ എന്താ, ഞങ്ങൾക്ക് എന്റെ ഒരു റിച്ച് കിഡ് ക്യാരക്ടറാണ്. ആദ്യമായിട്ടാണ് നല്ല ഉടുപ്പും കുപ്പായും എപ്പോഴും മറ്റേ ലുക്കിയും ഷോർട്സ് ഒക്കെ ആയിരിക്കുള്ളൂ. അതൊന്ന് വ്യക്തമാക്കിയാ കൊള്ളാം. താങ്ക് യു. അതെ, ഒരു തിരുവില്ല അതിന്. താങ്ക് യു. കൂടുതൽ സംസാരിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല. സിനിമ തുടങ്ങാൻ ഓൾറെഡി സമയമായി. ഈ ബാക്കിയെല്ലാം സിനിമ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. മോശമാവാൻ സാധ്യതയില്ല. ഇതുവരെ വളരെ നല്ല ഗംഭീര റെസ്പോൺസാണ്. ഞങ്ങൾ തന്നെ കിളിപോയിരിക്കുകയാണ്. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പ്രൊഡ്യൂസർ സാർ വരും. ഓക്കെ. അപ്പോ thank you so much. ഹായ് എല്ലാവർക്കും. മിക്കവാറും ഇവിടെ ആയിരിക്കും വരിക, എവിടെയെങ്കിലും വരും. പക്ഷേ ഇന്നിപ്പോ ഇവിടെ എത്തിയിരിക്കുന്ന ഇവരല്ലാതെ തന്നെ ഈ ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുകൾ നമുക്ക് എടുത്തു പറയാനുണ്ട്. That's right. And to start with, ഈ സിനിമ ഈ ഒരു സ്കെയിലിൽ കൊണ്ടെത്തിക്കാനായിട്ട് സാധിച്ചത് just because of ദുൽഖർ സൽമാൻ എന്നുള്ള ഒരു ഒറ്റ പേര്. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന ആ വിഷനെ എത്രത്തോളം വലുതാക്കാനായിട്ട് ദുൽഖറിന്റെ പേരും അല്ലെങ്കിൽ വേഫെയർ ഫിലിംസിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് നിങ്ങൾ ഈ സിനിമ വിറ്റ്നസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇവിടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും ഒരു ദുൽഖർ മയം ഇവിടെ മൊത്തത്തിലുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് താങ്ക്സ് ഫോർ വേഫെയർ ഫിലിംസ്, ദുൽഖർ സൽമാൻ. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഇതൊരു റെസ്പോൺസിബിലിറ്റി പോലെയാണ്. കാരണം ഇതൊരു തുടക്കമാണ്. അപ്പൊ അതുകൊണ്ട് അത് പോകുന്ന വഴിയിലെല്ലാം തന്നെ അരുണ് കൂടുതൽ ചുമതലകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചുമതലകൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് അവർക്ക് ഫുൾ ടീമിന് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദം. ആൻഡ് ഈ സിനിമയിൽ ഇവരല്ലാതെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവി, ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് വി ജോയ്, ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബാംഗ്ലൻ, ഇതിന്റെ ഫാക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന യാനിക് ബെൻ, അതുപോലെ തന്നെ രാജാകൃഷ്ണ, ഡോൺ വിൻസെന്റ്, അങ്ങനെ ഇനി ആരെങ്കിലും ഡൊമിനിക്, ഞാൻ പേര് വിട്ടുപോയ, ചമൻ ചാക്കോ ഇതിന്റെ എഡിറ്റർ. അപ്പൊ ഇവരെല്ലാവരും എടുത്തു പറയേണ്ടതാണ്. ഇവരെല്ലാവരും ഒരു വലിയ ടീം വർക്ക് തന്നെയാണ് ഈ സിനിമ. അപ്പോ ഐ യു റെഡി ടു വാച്ച് ലോക? താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. നമുക്കൊരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് പോകും.
അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ ആരും അങ്ങോട്ട് വരണം. ഞാൻ വരണമെന്നൊക്കെ പറ്റത്തില്ല. അമ്മ വരണോ? നമ്മളൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോ we're going to say welcome to the world of അപ്പോ ലോകം എല്ലാവരും കൂടെ ഒരുമിച്ച് വിളിക്കുവോ? ഓക്കേ, all right. Ready? Welcome to the world of All right, thank you so much. ചാരുവിന്റെ കിളി പോയിട്ടുള്ളേ. എങ്ങനെയുണ്ടായിരുന്നോട്ടോ സിനിമ? കണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. സൂപ്പർ വുമൺ. എന്താ ഫൈറ്റ് അല്ല അല്ലേ? കല്യാണി പ്രിയദർശൻ ഇഷ്ടപ്പെട്ടാനോട്ടാ? ഇഷ്ടപ്പെട്ടോ? കുഴപ്പമൊന്നുമില്ല, നല്ല പടം. 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 10 out of 10 കൊടുക്കുമോ? 7 കൊടുക്കുള്ളൂ. അങ്ങനെ ഒരു സ്റ്റോറി ആയിട്ടില്ല അല്ലേ? പക്ഷെ കണ്ടിരിക്കാൻ നല്ലതാണ്. സസ്പെൻസ് ഉണ്ട്, ഫുൾ ഔട്ട് നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കും അല്ലേ? ഒരു ചേട്ടനും വൈഫ് എണീറ്റ് പോകുന്നുണ്ടോ സിനിമ കഴിഞ്ഞു എന്നും പറഞ്ഞ്? അങ്ങനെ സിനിമ കഴിഞ്ഞു എന്നും പറഞ്ഞ് എണീറ്റ് പോകുമ്പോൾ വീണ്ടും സിനിമ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടല്ലേ കുറേ. 2 വട്ടം അങ്ങനെയുണ്ടല്ലേ റോട്ടാ? 2 വട്ടം ദുൽഖർ അല്ലേ പ്രൊഡ്യൂസർ? പക്ഷെ ആ ഒരു 5 മിനിറ്റിലല്ലേ ദുൽഖർ ഉള്ളൂ. ചാരൂട്ടിന് ഇഷ്ടപ്പെട്ടോ പറ? ചാരുവിന്റെ ഫൈറ്റും ചോര ബ്ലഡും എല്ലാം കണ്ട് ചാരു പേടിച്ചു അല്ലേ ചാരു? സാറല്ലേ? സാറെന്താ പറഞ്ഞു?
അച്ഛൻ നൈസായിട്ട് അത് എടുത്തോണ്ട് പോവല്ലേ? ചാരു പാട്ട് പാടുമ്പോ അച്ഛനത് എടുത്തോണ്ട് പോവല്ലേ? എന്നോട് പാടിക്കും. നാക്കില് നീട്ടി ഇരുന്നാട്ടെ. അച്ഛൻ എടുത്തോണ്ട് പോകാൻ നോക്കുന്നടാ. ചോദിക്കടാ, നാരങ്ങ വെള്ളം എടുക്കും. തട്ടി മറിക്കല്ല, തേങ്ങ കുടിക്ക് വേഗം. അമ്മയുടെ കയ്യിൽ മുട്ടായി ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞോ? അമ്മേനെ അന്ന പിന്നെ അമ്മേനെ ഒത്തിരി 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 ഇഷ്ടമാണ്, അച്ഛനെ അത് കഴിഞ്ഞിട്ടേ ഉള്ളു ഇഷ്ടം എന്നൊക്കെ പറ. എന്നാ അമ്മ തരാം. ഒത്തിരി ഒത്തിരി അമ്മേനെ ഇട്ട, അമ്മേനെ ഒത്തിരി ഒത്തിരി അമ്മേനെ ഇട്ട, അത് കഴിഞ്ഞിട്ട് അച്ഛനെ. എൻ്റെ അടുക്ക് ഇഷ്ടം പോലെ മുട്ടായി. അപ്പൊ വേണ്ടേ? ഏതാ വേണ്ട? അമ്മയുടെ കയ്യിലുള്ള വേണം, ഇപ്പൊ അച്ഛൻ തീരുമാനിക്കുന്നു. അമ്മേന്റെ കയ്യില് ഇത് വേണ്ട, ഇത് വേണ്ട. അച്ഛൻ പറ്റിയില്ലാന്ന് ചാരുവിന് അറിയാം. കാണിച്ചു കൊടുക്കും ചാരുവിന്. അച്ഛന് കിട്ടിയ മുട്ടായി എല്ലാം തിന്നു തീർത്തു. പിന്നെ എങ്ങനെ അച്ഛൻ്റെ കയ്യിലുണ്ടാവാ? അമ്മേന്റെ കൈ പുതിയ അച്ഛനെടുത്തട. ഹാപ്പി ഹാപ്പി